സേവനങ്ങൾ നൽകാതെയാണ് CMRL നിന്ന് പണം കൈപ്പറ്റിയതെന്ന് SFIOയ്ക്ക് മൊഴി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ. SFIO കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വീണയുടെ പ്രതികരണം. ആദ്യമായാണ് വിവാദത്തിൽ പരസ്യമായി വീണ പ്രതികരിക്കുന്നത്. അതിനിടെ SFIO അന്വേഷണ വിവരങ്ങൾ കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറി. CMRL എക്സാലോജിക് ഇടപാടിൽ CMRLന് സേവനം നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ സമ്മതിച്ചതായാണ് SFIO കുറ്റപത്രത്തിൽ പറയുന്നത്. CMRL IT മേധാവിയും ഇക്കാര്യം സ്ഥിരീകരിച്ചെന്ന് SFIOയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ SFIOയുടെ വാദം പൂർണ്ണമായും തള്ളുകയാണ് വീണ. താനോ എക്സാലോജിക് കമ്പനിയോ സേവനങ്ങൾ നൽകാതെ പണം കൈപ്പറ്റിയെന്ന ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടില്ലെന്ന് വീണ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും വീണ പറഞ്ഞു. അങ്ങനെയൊരു മൊഴി വീണ നൽകിയിട്ടില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. അസത്യമായ ഒരു വാർത്തയാണത്. അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ മൊഴി നൽകിയെന്ന് പറയുന്ന ആളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണോ പറഞ്ഞത് എന്നുള്ളത് എഴുതി അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ അതിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മറുപടി പറയാൻ ഇല്ല. അസത്യമായ വാർത്തയാണ്. അതേസമയം CMRL എക്സാലോജിക് ഇടപാടിലെ അന്വേഷണ വിവരങ്ങൾ SFIO കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കൈമാറി. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവയ്ക്കാണ് വിവരങ്ങൾ കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.